ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ കറുമുറേ പലഹാരമായിട്ടാണ്. ഒരു 4 മണി പലഹാരം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചേരുവകൾ മാത്രം മതി. അതും നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന 2 ചേരുവകൾ വെച്ചിട്ടാണ് നമുക്കിതൊരു 15 ദിവസം വരെ സൂക്ഷിച്ച് വെക്കാവുന്ന ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അരി നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഡ്ലി റൈസ് എടുക്കാം, പൊന്നി റൈസ് എടുക്കാം, മട്ട റൈസ് എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. മട്ട റൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ, നമുക്ക് വൈറ്റ് കളറിൽ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു അരി ഞാൻ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി അതിലത്തെ വെള്ളമെല്ലാം വാർന്ന് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കപ്പ് 250 ml ആണ്. ഇതിനകത്ത് മെഷർമെൻറ്റ് കപ്പിന് ഒരു വിലയൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ആ കപ്പ് എടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ നമ്മൾ അളവുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ കപ്പ് ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊരി പോലെ ഇങ്ങനെ പൊട്ടി വരുന്ന ആ ഒരു സ്റ്റേജ് ഒന്നും എത്തേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുക്കുക. അപ്പോൾ നമ്മൾ അരി ഒന്ന് എടുത്ത് ഒന്ന് കയ്യിലൊന്ന് ഞെക്കുമ്പോഴത്തേക്കും അത് 2ആയിട്ട് പൊടിഞ്ഞ് വരണം, അല്ലെങ്കിൽ 2ആയിട്ട് മുറിഞ്ഞ് വരണം. അതാണ് പരുവം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറട്ടെ. അപ്പോൾ ഇതാ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാനിനി ഇത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിനകത്തോട്ടൊന്ന് മാറ്റുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് വേറെ വെള്ളം അങ്ങനത്തെ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടു. ഈ ഒരു രീതിയിൽ നമുക്ക് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തരിതരികളോട് കൂടെ തന്നെയാണ് കിട്ടുക. പക്ഷെ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് വേണ്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് നേരിട്ട് ഒരു അരിപ്പയ്ക്കകത്ത് ഇട്ടിട്ട് വേണം അരിച്ചെടുക്കണം ഈ ഒരു അരിപ്പൊടി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ, ഈ ഒരു തരിതരികൾ പോലെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ അത് ഈ ഒരു റെസിപ്പിക്ക് കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ നല്ല ഫൈൻ പൗഡറായിട്ടുള്ള അരിപ്പൊടി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് ഒരു കാര്യം ചേർക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ചേർക്കുന്നത് കടലമാവാണ്, കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് ഇപ്പം നിങ്ങൾക്കിപ്പോൾ ചോദിക്കുകയാണ് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുള്ളത് ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുമ്പോഴാണ്. പക്ഷെ അരിപ്പൊടി വെച്ചിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു അരിയൊക്കെ പൊടിച്ചെടുത്ത് വന്നതുകൊണ്ട് നമുക്ക് അളവ് എത്രയാണെന്നുള്ളത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാനിതൊരു തിരിച്ച് ആ ഒരു ബൗളിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ബൗളല്ല, ആ ഒരു മെഷർമെൻറ്റ് കപ്പിനകത്തോട്ട്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് ആ ഒരു കപ്പ്. അതിനകത്ത് 1/2 ടേബിൾ സ്പൂണോ മറ്റോ എങ്ങാനും കുറവ് വന്നെങ്കിലേ ഉള്ളൂ. എങ്കിൽ പോലും നമുക്കിതിന് 1 കപ്പ് തന്നെ പറയാം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് ഈ ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഇത് കറക്റ്റ് അളവ് തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഇട്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടലമാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഗ്രാം ഫ്ലവർ എന്നൊക്കെ പറയുന്ന അതേ സംഭവം തന്നെ. അത് 2 ടേബിൾ സ്പൂണാണ്, അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഈ ഒരു കടലപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് കഴിക്കാനുള്ളത്. പക്ഷേ കടലമാവ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നേരിട്ട് തന്നെ ഈ അരിപ്പൊടിയിലോട്ട് ചേർക്കരുത്. അതും ഇതുപോലെ തന്നെ നന്നായിട്ട് അരിപ്പയിൽ അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. നമുക്കറിയാം കടലമാവിനകത്ത് ഇച്ചിരി കട്ടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മളിതൊന്ന് തിളച്ച വെള്ളത്തിലോട്ട് ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലും അത്യാവശ്യം ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വെള്ളം തിളപ്പിക്കാൻ നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിനകത്തോട്ട് ഏത് കപ്പിലാണോ നിങ്ങൾ അരിപ്പൊടി അളന്നത്, അത് നമ്മൾ എടുത്തിരുന്നത് ഈ 1 കപ്പാണ്. ഈ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം, അതായത് ഇരട്ടിയാണ് ഒഴിക്കേണ്ടത് വെള്ളം. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ അതിന് മുൻപ് ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒത്തിരി ഉപ്പൊന്നും ചേർക്കണ്ട, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും ചേർക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ആ ഒരു നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് വെള്ളം ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ ലോവിലോട്ട് മാറ്റുക. എന്നിട്ട് ഇത് അരിപ്പൊടി കടലമാവിൻ്റെ മിക്സ് വളരെ കുറേശ്ശെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഈ ഒരു മാവൊക്കെ ഒന്ന് വെള്ളം വറ്റി മാവൊക്കെ ഒന്ന് കട്ടിയാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയി, ഫ്ലെയിം ലോവിലാണ്. ഇതാ കണ്ടോ, പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് എല്ലാം കൂടെ നല്ലൊരു മാവ് കണക്കിന് വരുന്ന ഒരു സ്റ്റേജ്. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ഇതൊന്ന് ചൂടാറട്ടെ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് ആ ചൂട് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ, ആ ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇടികല്ലൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുവാണെങ്കിൽ, ആ ഒരു ചൂടോട് കൂടെ കുത്തി കൊടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിവിടെ കയ്യിൽ കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂടായി വന്നിട്ടുണ്ട്. തീരെ തണുത്തിട്ടൊന്നുമില്ല കേട്ടോ ഇത്. അപ്പോൾ ഞാനിതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മാവൊക്കെ നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇതിൽ നിന്ന് വളരെ കുറച്ച്, ഒരു പിഞ്ചെന്ന് വേണമെങ്കിൽ പറയാം, അത്രയും എടുത്തിട്ട് ഇതാ നമ്മുടെ കുറുക്കുരൊക്കെ എങ്ങനെയാണ് സാധാരണ ഇതേപോലെ ഒന്ന് കയ്യിലിട്ടൊന്ന് തിരുമ്മി എടുത്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പിലും നീളത്തിലൊക്കെ കിട്ടും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഷേപ്പ്. നിങ്ങൾക്ക് ഇനി അതല്ല ചെറിയ ബോൾസ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഇതൊന്ന് സ്ക്വയർ ഷേപ്പിലാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കുറുക്കുരയുടെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ഷേപ്പിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു ഷേപ്പൊക്കെ ആക്കി വന്നിട്ടുണ്ട് കേട്ടോ മാവ്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് കാണിക്കാം. ഇത് കണ്ടോ, ഞാൻ ഈ ഒരു ഷേപ്പിലൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് പല ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് വറുക്കാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ അടുപ്പത്തൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരെണ്ണം ഞാൻ ഇട്ട് കാണിക്കാം. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആവും. ഇതിൻ്റെ നിറം ഒത്തിരി അങ്ങ് മാറി ചുമന്ന കളറൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ആ പുറമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് അല്ലാണ്ടുള്ള നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ചെറിയൊരു ഗോൾഡൻ മഞ്ഞ ആ ഒരു കളറായപ്പോഴത്തേക്കും ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് വറുത്ത് കോരുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം ഇട്ട് കാണിച്ചത്. പക്ഷെ നമുക്ക് എല്ലാം കൂടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഒരുമിച്ചിടാം. ഇത് ഒട്ടിപ്പിടിക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, അപ്പോൾ ഒരുമിച്ച് വറുത്തതും നമുക്ക് ഒട്ടിപ്പിടിക്കാതെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒറ്റയ്ക്ക് വിട്ടിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. അങ്ങനെ ഞാൻ അല്പം എല്ലാം ഞാൻ വറുത്ത് കോരിയിട്ടില്ല. ഞാൻ കുറച്ച് സെറ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കാരണം ചിലത് പ്ലെയിൻ ആയിട്ട് കഴിക്കാനാണ് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. ചിലത് ഇതേപോലെ മസാല പുരട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ 2 പേർക്ക് മസാല പുരട്ടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ വെക്കുക. അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാൻ നോക്കുക. എങ്കിലാണ് നമുക്ക് ആ നിറമൊക്കെ ഒന്ന് കിട്ടത്തുള്ളൂ. അന്ന് അത്യാവശ്യം എരിവും കാണും. പിന്നെ വേണ്ടത് ചാട്ട് മസാലയാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചാട്ട് മസാല ചേർക്കുക, അല്ലെങ്കിൽ മുളക് പൊടി മാത്രം ചേർക്കുക. വേണമെങ്കിൽ ഒരു നുള്ളു ജീരകത്തിൻ്റെ പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിനകത്ത് വല്ല ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ്. പിന്നെ മാത്രമല്ല ചെറിയൊരു ഫ്ലേവർ നല്ലതാണ് ജീരകത്തിൻ്റെ. ഞാൻ നോക്കിയപ്പോൾ ചാട്ട് മസാലയിൽ അത്യാവശ്യം ആ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജീരകത്തിൻ്റെ പൊടി ചേർക്കാഞ്ഞത്. അപ്പോൾ ഇനി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ ക്രിസ്പിയാണ്, അകൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുറുക്കുറ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മളിതിനകത്ത് കളറും കാര്യങ്ങളൊന്നും ചേർക്കണ്ട. അല്ലാതെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് കളറൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. കളറൊക്കെ ഒരു ലുക്കൊക്കെ അതിൻ്റെ കിട്ടും. അപ്പം ഞാനിതിന് സെർവിങ് ബൗളിനകത്തോട്ട് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഉള്ളെങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കാണണ്ടേ. ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതല്ല ഇനി ഒരു വിരുന്നാർ പെട്ടെന്ന് കയറി വരുവാണെങ്കിൽ ചായക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ല ക്രിസ്പിയാണ് പുറമേ, അകമാണെങ്കിൽ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ ഇത് സ്റ്റോർ ചെയ്യാനുള്ളത് നമുക്കൊരു ചില്ലും പാത്രത്തിനകത്ത് ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 ദിവസം വരെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചായ കുടിക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ നനഞ്ഞ കൈ കൊണ്ടോ അല്ലെങ്കിൽ നനഞ്ഞ സ്പൂൺ കൊണ്ടോ ഒന്നും എടുക്കാതിരിക്കാൻ മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.